ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേ നിങ്ങൾ കണ്ടു തുടങ്ങിയോ എന്നറിയില്ല. പക്ഷേ കണ്ടത്രയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പരമ്പരയായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. നമ്മുടെ പഴയ ജയന്തി, ശാലിനി, കുങ്കുമച്ചെപ്പ് സീരിയൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു ശാലിനി ഇതേപോലെ അനാഥയായിരുന്നു, ജയന്തിയുടെ മകളായിരുന്നു, ജയന്തിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നു, മുത്തശ്ശൻ തന്നെയാണ് നിർത്തുന്നത്. ആ ഒരു സെയിം കഥ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് മഴ തോരും മുമ്പേലും കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് വരുന്ന പരമ്പരയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അലീനയെ കാണാൻ നമ്മുടെ കുഞ്ഞിരാമ മേനോൻ വരുന്നുണ്ടല്ലോ. ലാസ്റ്റ് കുഞ്ഞിരാമ മേനോൻ ഈ അലീന എന്താ പറയാ ആശീർവദിച്ചൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പോകും വഴി നമ്മുടെ കുഞ്ഞിരാമ മേനോൻ നമ്മുടെ ബ്രിജിത്താമ്മയോട് പറയുന്നുണ്ട്, ആ രഹസ്യം ആരും അറിയാൻ പാടില്ല. അത് ആ വീട്ടിലെങ്ങാനും പറഞ്ഞാൽ ഞങ്ങളുടെ വീട് തകർന്നില്ലാതായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രിജിത്താമ്മ പറയുന്നുണ്ട്, ഇല്ല ഞാനത് അവളോട് പറയും, ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞിരാമ മേനോന്റെ വീട്ടിലേക്കാണ് നമ്മുടെ അലീന ഇനി പോകാൻ പോകുന്നത്. അതായത് സ്വന്തം വീട്ടിലേക്ക്. ഇപ്പം മനസ്സിലായോ ആ കഥയുടെ കണക്ഷൻ എന്താണെന്ന്? കുങ്കുമച്ചെപ്പിലും അങ്ങനെ തന്നെ അറിഞ്ഞില്ലേ കൂട്ടുകാരെ? ജയന്തിയുടെ വീട്ടിലല്ലേ ശാലിനി വന്ന് നിന്നത് അല്ലേ? അങ്ങനെ തന്നെ ഇവിടെയും സെയിം സംഭവിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ അലീനയുടെ അമ്മ ആ വീട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ ബ്രിജിത്താമ്മ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവര് പോയതിനു ശേഷം പറയുന്നുണ്ട്, നിന്നെ കാണാൻ വേണ്ടി വന്നത് നിന്റെ സ്വന്തം മുത്തശ്ശനാണ്. നീ പോകാൻ പോകുന്ന നിന്റെ അമ്മയുള്ള സ്ഥലത്താണ്. നിന്റെ കൂടപ്പിറപ്പുകൾ ഉണ്ട് അവിടെ. നിനക്ക് അവരെ എപ്പോഴും കാണാം. പക്ഷേ ഒരു കാര്യം മാത്രം നീ ശ്രദ്ധിക്കുക, നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരൊരിക്കലും അറിയരുത്. നീ അവരുടെ മകളാണെന്ന് അറിഞ്ഞാൽ തകർന്നു പോകുന്ന കുടുംബമാണത്. നീ മരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിലാണ് ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നീയായിട്ട് ആ കുടുംബം കുട്ടിച്ചോറാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അലീനയെ ആ വീട്ടിലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തായിരിക്കും കഥ അല്ലേ കൂട്ടുകാരെ? അപ്പൊ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശന് ഈ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ കൂടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൊച്ചുമോൻ അടുത്ത് തന്നെയുണ്ട്. കൊച്ചുമോൻ എപ്പോഴും മുത്തശ്ശനൊപ്പം തന്നെയുണ്ട്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ കൊച്ചുമോനോട് പറയുന്നുണ്ട്, നമ്മൾ പോയത് ഏറ്റവും കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. എനിക്കിനി എന്തെങ്കിലും പെട്ടെന്ന് പറ്റിപ്പോയാൽ തന്നെ നീ അവർക്ക് വേണം, തുണയായിട്ട് വേണം എന്ന് നമ്മുടെ കൊച്ചുമോനെ പറഞ്ഞെല്ലാം ഏൽപ്പിക്കുന്നുണ്ടേ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ അലീന ഈ വീട്ടിലേക്ക് വരാൻ പോകുകയാണ് അല്ലെ? അപ്പൊ നമ്മുടെ ചിന്നുമോളെയും വേറൊരു ഓർഫനേജിലേക്ക് ആക്കുന്ന കാര്യവും നമ്മുടെ ബ്രിജിത്താമ്മ അലീനയോട് സൂചിപ്പിക്കുന്ന ഒരു രംഗവും ഈ പ്രൊമോന്റെ ഒപ്പം ഉണ്ടട്ടോ കൂട്ടുകാർ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ? നമ്മുടെ ചിന്നുമോളും പോകുന്നു, അലീന ലാസ്റ്റ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. അപ്പൊ സ്വന്തം വീട്ടിൽ ചെന്ന് അലീന സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളെയൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അലീനയുടെ ആ ഒരു പ്രതികരണവും ഭാവങ്ങളൊക്കെ? സ്വന്തം അമ്മ നമ്മുടെ അലീനയോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത്? മകളാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ കൂടി അവിടുത്തെ ഒരു ഹോം നേഴ്സ് ആയിട്ടാണ് നമ്മുടെ അലീന പോകാൻ പോകുന്നത്, അവിടെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി. അപ്പൊ സ്വന്തം അമ്മയുടെ അടുത്ത് നിന്നുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കും അല്ലെ? കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.